കേരള നവോത്ഥാന നായകർ. അയ്യങ്കാളി 1863 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. 1907 അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് പുലയ മഹാസഭയായി മാറിയത്. പിന്നോക്ക വിഭാഗക്കാർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സമരം. 1910 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും 25 വർഷം അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. 1936 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചു. 1941 ജൂൺ 18 അദ്ദേഹം അന്തരിച്ചത്. ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. കുഞ്ഞൻപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, വേദാന്തസാരം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ചാണ് അദ്ദേഹം സമാധിയായത്. അദ്ദേഹത്തിന്റെ സ്മാരകവും പന്മനയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന വിപ്ലവാത്മകമായ സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. കൊച്ചിക്കടുത്തുള്ള ചെറായിയിലാണ് അദ്ദേഹം ജനിച്ചത്. വിദ്യാപോഷിണി സഭ അദ്ദേഹം സ്ഥാപിച്ചു. 1917 മിശ്രഭോജനത്തിനു വേണ്ടി അദ്ദേഹം ഒരു പ്രസ്ഥാനം തുടങ്ങുകയും സഹോദര സംഘം സ്ഥാപിക്കുകയും ചെയ്തു. സഹോദരൻ എന്ന പേരിൽ ഒരു പത്രവും അദ്ദേഹം ആരംഭിച്ചു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നെയ്യാറ്റിൻകരയിലാണ് ജനിച്ചത്. കൊല്ലത്ത് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന മലയാളി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. 1906 അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി. സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ 1910 അദ്ദേഹത്തെ നാടുകടത്തി. എന്റെ നാടുകടത്തൽ എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കൂടാതെ കാൾ മാർക്സ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, സോക്രട്ടീസ് തുടങ്ങിയവരുടെ ജീവചരിത്രങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1916 മാർച്ച് 28 കണ്ണൂരിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. പയ്യാമ്പലത്താണ് അദ്ദേഹത്തിന്റെ സ്മാരകം.